ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മൃതി അനീഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഹെമ്മിങ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഹെമ്മിങ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ആദ്യം നമുക്ക് ഈ ഒരു ത്രെഡ് നമുക്ക് ഈ നീഡിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒറ്റ ത്രെഡിലും ചെയ്യാം, രണ്ട് ത്രെഡിലും നമുക്ക് ഈ ഒരു ഹെമ്മിങ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് ത്രെഡ് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരൊറ്റ ത്രെഡിൽ എങ്ങനെയാണ്, ഒറ്റ ത്രെഡിൽ ചെയ്യുന്നതാണ് കറക്റ്റ് ഹെമ്മിങ്ങിന്റെ മെത്തേഡ്. അപ്പം ആ ഒരു മെത്തേഡ് തന്നെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് രണ്ട് ആയിട്ട് മടക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു ഒറ്റ ത്രെഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ഇത്രേ ഈ ഒരു സൈഡിലത്തേത് കിടക്കുള്ളൂ. ബാക്കി നമ്മുടെ ലെങ്തിനനുസരിച്ച് എത്രയാണോ ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കും. ഒരുപാട് നമ്മൾ നീളത്തിൽ ഹെമ്മിങ്ങിന് ഇതേപോലെ ഇടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടത് ഇതേപോലെ ഇവിടെ വരെ ഉണ്ട്. അപ്പൊ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ ആക്കി എടുക്കുവാണ്. അപ്പം ഈ ഒരു പോർഷൻ ജസ്റ്റ് ഇങ്ങനെ ഇത്രയും വരെ ഇടുകയുള്ളൂ. നമ്മൾ ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ ഇതിലേക്ക് നമ്മൾ ഹെം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ്. അപ്പൊ അതിനനുസരിച്ച് ഇതിനനുസരിച്ച് ഇതേപോലെ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കും. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇട്ടേക്കേ ഉള്ളൂ. ഈ ഒരു സൈഡ് മാത്രമേ നമ്മൾ കെട്ടിക്കൊടുക്കുകയുള്ളൂ. അപ്പൊ അതായത് രണ്ട് ത്രെഡ് ഇട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും. ഇതേപോലെ രണ്ടും ഒരേപോലെ ഒപ്പം ഇട്ടിട്ട് തുമ്പ് കെട്ടിക്കൊടുക്കുന്ന ആ ഒരു ഇതിനാണ് അതായത് രണ്ട് ത്രെഡ് ഇട്ട് ഹെം ചെയ്യാന്ന് പറയുന്നത്. അപ്പം നമുക്ക് എപ്പോഴും നീറ്റ്നെസ് നമുക്ക് ഒറ്റ ത്രെഡ് ഇട്ട് ചെയ്യുന്നതിനെയാണ് നമുക്ക് കൂടുതൽ നീറ്റ്നെസ് കിട്ടുന്നത്. അപ്പൊ ഞാൻ ഒരു ഒറ്റ ത്രെഡ് ഇട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് തന്നെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ത്രെഡ് ഇട്ടും ചെയ്യാമല്ലോ. അപ്പൊ ഇതേപോലെ ഇതിന്റെ ഒരു എഡ്ജ് ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വിരലിൽ ഇതേപോലെ ഇങ്ങനെ വെക്കുക. കണ്ട, ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു തള്ള വിരൽ ഇതുകൊണ്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് രണ്ട് ചുറ്റി ഇങ്ങനെ ചുറ്റുക. രണ്ട് ചുറ്റിക്കുമ്പോൾ ഇതിന്റെ ഒരു തുമ്പ് കണ്ട ഈ കിടക്കുന്നത്, ഈ തുമ്പിനെ അതേ ജസ്റ്റ് ഇങ്ങനെ ഒന്നിച്ചു പിടിച്ചിട്ട് നമ്മുടെ ഈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിരിക്കുക. കണ്ടോ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പിരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൽ കിട്ടും. അപ്പൊ ഇങ്ങനെ പിരിഞ്ഞു എന്ന് നമുക്ക് തോന്നി കഴിയുമ്പോൾ ഇതിന്റെ അറ്റം ഇങ്ങനെ ഒന്ന് പിടിച്ച് താഴത്തേക്ക് ഇതേപോലെ പിടിച്ച് നമുക്കൊന്ന് വലിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പൊ ഇതേപോലെ വലിച്ചു കഴിയുമ്പോൾ കണ്ടോ അറ്റം ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് കെട്ട് വീഴും. അപ്പൊ ഇങ്ങനെ നമുക്ക് കെട്ട് വീണ് കഴിഞ്ഞ് വേണം നമുക്ക് ഹെമ്മിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി രണ്ട് ത്രെഡ് ഇട്ടുള്ളവരാണ് ഇതിനൊപ്പം പിടിച്ച് രണ്ടും കൂടെ കൂട്ടി ഇതേപോലെ പിരിച്ചു വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ എന്റെ കറക്റ്റ് മെത്തേഡ് തന്നെയാണ് പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ നമുക്ക് ഹെമ്മി ചെയ്യാനായിട്ട് നമുക്ക് ഏത് തുണിയുടെ ഏത് ഭാഗത്താണ് നമുക്ക് ഹെമ്മി ചെയ്യാനുള്ള ആ ഒരു പോർഷൻ നമ്മൾ 4 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതേപോലെ മടക്കുക. അപ്പൊ ഇതേപോലെ നമ്മൾ മടക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മടക്കി വെച്ചാണ് നമ്മൾ ഹെം ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ തുണിയുടെ നല്ല വശം ഇതായിരിക്കണം. നമ്മുടെ തുണിയുടെ റോങ് സൈഡിലേക്ക് വേണം നമ്മൾ ഇതേപോലെ മടക്കി ഹെമ്മിങ് കൊടുക്കാനായിട്ട്. അപ്പം ഈ ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കിയാണ് ചിലപ്പോൾ മടക്കുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ ആദ്യം നമ്മളിത് ഇതിന്റെ ഉൾഭാഗത്തായിട്ട് ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തു. കണ്ടോ, അപ്പൊ നമ്മുടെ ഈ ഒരു കെട്ട് ഇതിനുള്ളിൽ പോയി. എന്നിട്ട് ഇവിടെ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒരു ഇത് കണ്ടോ ഇതേപോലെ ഇങ്ങനെ എടുത്തൊന്ന് ജസ്റ്റ് വലിച്ചാൽ നമുക്ക് ഇതിനെ ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തി. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചു. കണ്ടോ, ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഞാൻ ചെയ്യുന്ന കാര്യം, ഇങ്ങനെ അറ്റത്ത് കിടക്കല്ലേ നമ്മുടെ ഈ ഒരു ഫാബ്രിക്കിലോട്ട് ഇതേപോലെ വെച്ച് മുകളിലേക്ക് ഞാൻ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു. കണ്ടോ, അപ്പൊ ഈ ഒരു തുമ്പത്ത് ഇതേപോലെ പൊട്ടുപോലെ വളരെ ചെറുതായിട്ടേ കാണാൻ പറ്റും. നമ്മൾ കറക്റ്റ് ഹെമ്മിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വളരെ പൊട്ട് പോലെ നമുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ ആദ്യത്തെ നമ്മൾ ഇതേപോലെ നൂല് സൂചി ഇങ്ങനെ കുത്തി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വരുമ്പോൾ എല്ലാ പോയിന്റ്സും ഈവൻ ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി അടുത്ത് വരുമ്പോൾ ഇതേപോലെ ഈ ഒരു അകലത്ത് ഇതേപോലെ നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഇതേപോലെ കുത്തിയിട്ട് നമ്മൾ ആ മടക്കിയതിലേക്ക് ഇങ്ങനെ എടുത്ത്. കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ വലിച്ചു. കണ്ടോ, ഇതേപോലെ വന്നു. കണ്ടോ, അപ്പൊ ഈ ഒരു ഒരു അകലത്തിൽ ഇനി മുന്നോട്ടേക്ക് നമ്മൾ ചെയ്ത് പോകണം. അപ്പൊ ജസ്റ്റ് നമ്മൾ ഹെമ്മി ചെയ്യുന്നതിന് മുന്നേ ആ വെക്കേണ്ട പോർഷൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഈ രണ്ട് വിരലിന്റെ ഇടയിൽ ഈ ഒരു തുണിയുടെ അറ്റം ഇതേപോലെ പിടിച്ച് ബാക്കി ഇതേപോലെ ഇങ്ങനെ പിടിക്കുകയാണ്. കണ്ടോ, നമുക്ക് ആ കറക്റ്റ് ലെവലിന് പിടിക്കാനായിട്ട് ഇങ്ങനെ വെക്കുക. അതായത് ഈ രണ്ട് നമ്മുടെ ചൂണ്ട് വിരലിന്റെ ഈ നടുവിരലിന്റെ ഇടയിലായിട്ട് കറക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗം പിടിച്ചു. നമ്മുടെ ഈ തള്ള വിരലിന്റെ നമ്മുടെ കുഞ്ഞു വിരലില്ല അതും ഈ രണ്ട് വിരലും കൂടെ കൂട്ടി ഈ ഒരു സൈഡ് ഇങ്ങനെ പിടിച്ചു. കണ്ടോ, അപ്പൊ ഇതേപോലെ ഇങ്ങനെ പിടിക്കുന്നതിനകത്ത് വരെ നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു ഇത് കൊടുക്കണം. നമുക്കത് കറക്റ്റ് ആ ലെവൽ കിട്ടിയെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് വരും നമ്മൾ വേണ്ടി ഇനി ഇവിടെയാണ് സ്റ്റിച്ച്. അപ്പൊ ഞാൻ ഈ വിരൽ കൊണ്ട് ഇങ്ങനെ ഈ വിരലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കാണും. നിങ്ങൾ ഇത്ര ഇതൊക്കെയാണോ വിചാരിക്കണം. നമുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇനി ഇങ്ങനെ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരു പിൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് മുന്നോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, അടുത്ത് വരുമ്പോൾ ഇവിടേക്കാണ്. അപ്പം ഈ ഒരു പോർഷൻ ഞാൻ ഈ വിരൽ കൊണ്ട് കണ്ടത് ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തു, ഒന്ന് തള്ളിക്കൊടുത്തിട്ട് ഇതേപോലെ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ ചെയ്തു. ഇനി അടുത്ത് വരുമ്പോൾ ഞാൻ വീണ്ടും മുന്നോട്ടേക്ക് കൈ ഇതേപോലെ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ മുന്നോട്ടേക്ക് ഇതേപോലെ ഉയർത്തി വെച്ച് കൊടുത്ത് വേണം നമ്മൾ ചെയ്തു പോകാൻ. കണ്ടോ, ഇതേപോലെ നമ്മൾ ഹെം ചെയ്ത് ഇങ്ങനെ നമ്മൾ എടുക്കുന്ന അകലം ഈക്വൽ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ
ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ ആ ഒരു വലിച്ച് ഇങ്ങനെ കറക്റ്റ് ആ ഒരു തുണി സ്ട്രെച്ച് ചെയ്താൽ പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചുളുങ്ങും അങ്ങനെയൊന്നുമില്ല. ഒരുപാട് പേര് എൻ്റെ ചോദ്യം ഹെമ്മി ചെയ്ത് ഇങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കുന്നതുണ്ട്. നമ്മൾ ഈ ഒരു കറക്റ്റ് ഈ ഒരു സ്ട്രെച്ച് ചെയ്ത് അതിനെ ഒരുപാട് അങ്ങ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നില്ല, ആ ഒരു തുണിക്ക് ആകുന്ന വിധത്തിൽ നമ്മൾ അതിനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. ഈ ഒരു ലെവലിൽ വേണം നമ്മളത് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. കണ്ട ഇതേപോലെ വെച്ച് വേണം നമ്മൾ കണ്ട ഇങ്ങനെ നമ്മുടെ എൻ്റെ ആ ഒരു വിരലിന്റെ മൂവ്മെന്റ്സും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കണ്ട ഇതേപോലെ നമ്മൾ ആ പിടിക്കുന്നതിനകത്ത് കൊണ്ട് അല്ലെങ്കിൽ വളരെ പ്രയാസകരമായിരിക്കും. കണ്ട ഇതേപോലെ നമ്മൾ ഹെം ചെയ്ത് പോകണം. കണ്ട അപ്പൊ ഇതിന്റെ ഈവനായിട്ട് കണ്ട ഇതുപോലെ പൊട്ട് 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 പോലെ കണ്ടോ ഒരേ ലൈനിൽ വന്നാണ്ട് അപ്പൊ ഇതേപോലെ നമുക്ക് കിട്ടും. ഇനി ഈ ഒരു ഹെമ്മിങ് എൻഡ് ചെയ്ത് നിർത്തുന്നത് അപ്പൊ ഞാൻ ഇവിടെ വെച്ച് ഇത് ഈ ഒരു ഹെമ്മിങ് സ്റ്റോപ്പ് ചെയ്യുവാണ്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു ഫാബ്രിക്കയിൽ എടുക്കരുത്, നമ്മൾ ഈ മടക്കിയ ഫാബ്രിക്കയിലോട്ട് ഇതേപോലെ കണ്ട ഇതിനുള്ളിലായിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ തുമ്പൊക്കെ മറ്റെന്തെങ്കിലും കൊണ്ട് കുരുങ്ങി പോകാതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി നീളം വിട്ട് നമ്മൾ ചേരുന്നു പറ. എന്നിട്ട് ഇങ്ങനെ വലിച്ചു കണ്ട ഇങ്ങനെ വലിച്ച് 2-3 ചുറ്റി ഈ എവിടെയാണ് നിർത്തുന്നത് അവിടെ ഇതേപോലെ ചുറ്റുക. ചുറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടെ 2 ചുറ്റിട്ട് വീണ്ടും ഇതേപോലെ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇതിന്റെ ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ഇങ്ങനെ ചുളിയും കിടക്കുന്നുണ്ട്, ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ഈ ഒരു എഡ്ജിൽ എന്റെ ഈ ഒരു ത്രെഡ് ഇങ്ങനെ കിടക്കുമല്ലേ, ഇതിന്റെ ഇടയിലേക്ക് ഇതേപോലെ ഈ ഒരു നീഡിൽ ഇങ്ങനെ വെച്ചിട്ട് വലിക്കുക. വലിച്ചു കഴിയുമ്പോൾ അതവിടെ കെട്ട് വീഴും. അപ്പൊ 2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കണ്ട ഇതേപോലെ ഇങ്ങനെ വരുന്നതിന്റെ ഇതേപോലെ ഇങ്ങനെ എടുത്ത് കണ്ട ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അത് അവിടെ സ്റ്റോപ്പായി. നമുക്കിത് ഇനി ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുമല്ല, ഈ നീഡിലിനെ ഇതേപോലെ നമ്മൾ കണ്ടോ ഇതേപോലെ നമ്മൾ ഇതിനെ ഉള്ളിലേക്ക് കണ്ടോ ഉള്ളിലേക്ക് പിന്നെയും കുത്തി ബാക്കിലേക്ക് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കൊണ്ടുവന്നു കണ്ടോ. ഇത്ര ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് നീളത്തിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വേണം ഇതിനെ നമ്മൾ മാറ്റാനായിട്ട്. അവിടെ വെച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഇത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തുമ്പ് അറ്റമൊക്കെ ഇതായി കഴിഞ്ഞല്ലേ കണ്ടോ. ഇതേ എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ത്രെഡ് അതിനുള്ളിൽ പൊയ്ക്കോളും കണ്ടോ. ഇതേപോലെ നമ്മൾ ഹെമ്മിങ് ചെയ്തു. ഇനി വേറെ ഒരു മെത്തേഡ് ഉണ്ട് ഹെമ്മിങ് ചെയ്യുന്ന. അപ്പൊ ആ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് നോർമൽ ഹെമ്മിങ് ആണ്. അപ്പൊ ഞാൻ ഈ അടുത്ത മെത്തേഡ് പറഞ്ഞുതരാം, നോട്ട് ഹെമ്മിങ് മെത്തേഡ്, അതായത് കെട്ടിട്ട് പോകുന്ന മെത്തേഡാണ് കേട്ടോ. അപ്പൊ ഇതിന് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അറ്റവും നമ്മൾ നേരത്തെ ചെയ്തപോലെ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ പിടിക്കുക, 2 ചുറ്റുക. അപ്പൊ ഈ തുമ്പ് കിടക്കുന്ന ഇങ്ങനെ ഇങ്ങോട്ട് ഇത് ഒത്തിരി ടൈറ്റിൽ നമ്മുടെ വിരലെ പിടിച്ച് ചുറ്റല്, പിന്നെ നമുക്ക് പിരിക്കാൻ പറ്റത്തില്ല. പിരിക്കാൻ പറ്റുന്ന വിധത്തിൽ വേണം ഇതേപോലെ ചെയ്യാം. എന്നിട്ട് ഇതേപോലെ വലിച്ചു ചെയ്യുമ്പോൾ അറ്റത്ത് കെട്ട് വീഴും. അപ്പൊ ഈ കെട്ട് വീഴുന്നതിനെ നമ്മൾ ഉള്ളിലാക്കണം. അപ്പൊ ഉള്ളിലാക്കാനായിട്ട് ഞാൻ ഇവിടെ മുതലാ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ ഞാൻ ഇതേപോലെ ഉള്ളിലാക്കി കണ്ടു. ഇതിപ്പോ ഉള്ളിലായല്ലോ. ഉള്ളിലായതിനെ ഞാൻ ഇതേപോലെ ഒന്നും കൂടി ഇവിടെ ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം ഞാൻ ഹെമ്മിങ് ഏത് ഹെമ്മിങ് ആണെങ്കിലും നമ്മൾ തുടങ്ങാനായിട്ട്. അപ്പോൾ അറ്റം ഇതേപോലെ ഉറപ്പിച്ചു. അപ്പൊ അതിന്റെ എവിടെയാണെന്നുള്ളത് ആ ഒരു ഹെമ്മിങ്ങിന്റെ ആ ഒരു കെട്ട് എവിടെയാണെന്നുള്ളതൊന്നും പുറത്ത് കണ്ട് 2 സൈഡിൽ നോക്കിയാലും എവിടെയാണെന്നൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആദ്യത്തെ ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുത്തിയെടുത്ത് ഫസ്റ്റിലത്തേത് ഇങ്ങനെ കുത്തിയെടുക്കുക. രണ്ടാമത്തേത് ഇതേപോലെ ഇങ്ങോട്ടേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു മടക്കിയെ നമ്മൾ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം കേട്ടോ. അപ്പൊ ഇതേപോലെ അടുത്തത് ഞാൻ ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചിട്ട് ഈ തുമ്പ് കിടക്കുന്ന നമ്മുടെ ഈ ഒരു നീഡിലിന്റെ അറ്റത്ത് കിടക്കുന്ന ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഈ ഒരു ത്രെഡിനെ ഞാൻ ഇവിടുന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് ചുറ്റി കണ്ടോ. എങ്ങോട്ടേക്കാ ചുറ്റിയാൻ ശ്രദ്ധിക്കണം. ഈ അറ്റത്ത് കിടക്കുന്ന ഇതിന് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചുറ്റിയിട്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ വലിക്കുക. അപ്പൊ ഇതേപോലെ വലിച്ചു കഴിയുമ്പോൾ ഇതേപോലെ ഇവിടെ കെട്ട് വീണിട്ടുണ്ട്. അപ്പൊ കണ്ടോ നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ത്രെഡ് ഇതിന്റെ ഉള്ളിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി, അതിങ്ങനെ വന്നോളും കണ്ടോ. ഇതേപോലെ ഇങ്ങനെ കൊടുത്തു. ഇനി അടുത്തത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തതും ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വെച്ചു. ഇങ്ങോട്ടേക്ക് വെച്ച് നമ്മൾ ഈ ത്രെഡിന്റെ ഇപ്പുറത്ത് കിടന്നത് ഇതേപോലെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു കണ്ടോ. ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ഇതേപോലെ ത്രെഡ് വലിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ കെട്ട് വീഴും. അപ്പൊ ഈ ഒരു മെത്തേഡിൽ കെട്ടിടാം. ഇനി വേറൊരു മെത്തേഡിലൂടെ നമുക്ക് കെട്ടിടാം. അതേപോലെ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ ഒന്ന് വെച്ചു. ഇങ്ങനെ ഒന്ന് നമ്മൾ സാധാരണ നമ്മുടെ നോർമൽ ഫസ്റ്റ് ഹെമ്മിങ് പോലെ ഇങ്ങനെ എടുത്തിട്ട് താഴത്തെ പീസെ ടച്ച് ചെയ്യാതെ മേളത്തെ ആ മടക്കിയതേ മാത്രം ഇതേപോലെ ഇങ്ങനെ ഒരു കെട്ട് കൊടുക്കാം കണ്ടോ. അതും അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നോളും, വലിഞ്ഞു പോരും ഒന്നുമില്ല. അടുത്ത മെത്തേഡ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതേപോലെ ഇങ്ങനെ എടുത്തു, രണ്ടും ഒന്നിച്ച് ഇതേപോലെ കുത്തിയെടുത്തു നമ്മുടെ നല്ല തുണിയിൽ, നമ്മൾ മടക്കിയ ഒരു തുണിയിൽ. എന്നിട്ട് ആ മടക്കിയിടത്തേക്ക് മാത്രം ഒന്നും കൂടി ഒരു കെട്ടുകൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ നമുക്ക് ചെയ്തു പോവാം. അപ്പൊ ഈ ഒരു 3 മെത്തേഡ് നിങ്ങൾക്ക് കെട്ടിടുന്ന രീതി തന്നെ 2 ഉണ്ട്. ഈ ഹെമ്മിങ് രീതിയുണ്ട്. അപ്പൊ ഏത് രീതിയിൽ വേണേലും നമുക്ക് ഹെം ചെയ്തു പോവാം. ഇനിയിപ്പോ ഈ ഒരു ഹെമ്മിങ് ഞാൻ ഇനി എൻഡ് ചെയ്യിക്കുവാണ്, ഇതേപോലെ സ്റ്റോപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നോർമൽ ഹെമ്മിങ് ആണ് ചെയ്തിപ്പോ പോവാണ് കേട്ടോ. കാരണം നമുക്കിവിടെ ഇനി ഇത് എൻഡ് ചെയ്യിക്കണമല്ലോ. ഇതിപ്പോ എൻഡ് ചെയ്യിക്കാനായിട്ട് നമുക്ക് ഇതേപോലെ എവിടെ വെച്ചാൽ ഇതിപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ എൻഡിങ് പ്രോസസ്സ് രണ്ടും സെയിം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ അറിയരുതല്ലോ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പൊ ഞാൻ ഇതേപോലെ മടക്കിയ തുണിയിൽ ഒന്നും കൂടി ഇതേപോലെ വെച്ചു.
2 പ്രാവശ്യം വെച്ചാൽ അത്രയും കൂടി സ്ട്രോങ് ആയിരിക്കും. എന്നിട്ട് മൂന്നാമത്തെ വെക്കുന്ന ഇതേപോലെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഈ റൗണ്ടിനകത്തോട് ഈ ഒരു ത്രെഡ് ഇതേപോലെ നീഡിൽ ഇതേപോലെ എടുത്ത് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഇനി ഇതേപോലെ 2 പ്രാവശ്യം അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി സ്ട്രോങ്. അതായത് പെട്ടെന്നൊന്നും ഇത് തുമ്പത്തൂന്ന് ഊരിപ്പോരും ഒന്നുമില്ല. ഇതേപോലെ വെച്ചു. എന്നിട്ട് ഞാൻ ഈ നീഡില് കുത്തി ബാക്കിലേക്ക് ഇതേപോലെ ഇതിനുള്ളിലേക്ക് ഇതേപോലെ എടുത്തു. കണ്ടോ, ഇങ്ങനെ കുത്തി ഇങ്ങനെ വലിച്ചെടുത്തു. കുത്തി ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇവിടെ വെച്ച് വേണം കട്ട് ചെയ്യാനേ. അല്ലാതെ നമ്മൾ ആ സ്റ്റോപ്പ് ചെയ്യുന്ന എവിടെയാണോ അവിടെ വെച്ച് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കണ്ടോ, അപ്പൊ ഇതേപോലെ നമുക്ക് പൊട്ട് പോലെ ഹെമ്മിങ് നമുക്ക് വരാൻ പാടുള്ളൂ. അപ്പൊ ഈ ഒരു മെത്തേഡാണ് കറക്റ്റ് ആയിട്ട് ഹെമ്മിങ് ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ ഇനിയിപ്പോ 2 ത്രെഡ് ഇട്ട് ചെയ്ത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അപ്പൊ ഇതേപോലെ ഒരു ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ ഈവൻ ആയിട്ട് 2 സൈഡിലും ഇങ്ങനെ ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് അറ്റം ഇതേപോലെ കെട്ടിക്കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതും കൂടി ചെയ്യുന്ന മെത്തേഡ് 2 സെയിം തന്നെ. നൂലിടുന്നതിൽ വ്യത്യാസമുണ്ട്. 2 ത്രെഡ് ഒരുപോലെ ഒറ്റത്ത് വന്നു. എന്നിട്ട് ഇതേപോലെ 2 ചുറ്റി. എന്നിട്ട് ഇത് അപ്പൊ ഇതിന് 2 ചുറ്റണമെന്നില്ല, ഒറ്റ ചുറ്റാലും മതി. എന്നിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുത്തിട്ട് അറ്റം വലിച്ചു കഴിഞ്ഞാൽ കണ്ട് ഈ ഒരു കെട്ട് അറ്റത്ത് വീണോളും. അപ്പം ഇങ്ങനെയാണ് 2 ത്രെഡ് ഇട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സെയിം കാര്യം തന്നെ ഉള്ളു. ചെയ്യുന്ന കാര്യം ഇതേ ഉള്ളൂ, ത്രെഡ് ഇടുന്നതിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ ഹെമ്മിങ് ഇനി അറിയില്ലെന്ന് ആരും പറയരുത്. ഇനി എന്തെങ്കിലും ഇതേപോലെ ഫിനിഷിംഗ് വർക്കുകൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.